ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമുക്കിന്നൊരു കോളേജ് ഡേ വ്ളോഗ് കണ്ടാലോ? ഓക്കെ, സോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിച്ച് കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, സോ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 6:40 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇത്ര നേരത്തെ ഇറങ്ങി ചോദിച്ചാൽ ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന്. സോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 110 കിലോമീറ്റർ ഉണ്ട് കോളേജിലോട്ട്. ഓക്കെ, സോ നാടൊക്കെ കണ്ട് നേരെ ഇവിടുന്ന് ഇനി ബസ് കയറി ബസ്സിൽ നേരെ പട്ടാമ്പി പോയി ഇറങ്ങി. പട്ടാമ്പിന്ന് ട്രെയിൻ വഴിയാണ് കോളേജിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഓരോ ദിവസം ഓരോ വഴിയാണ് ട്രൈ ചെയ്യുന്നത്. ഇന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഇതിന് മുമ്പ് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ വണ്ടിയൊക്കെ വെച്ച് ഇനി ബസ്സിന് വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണ്. ബസ്സിന് ഇനി അറൗണ്ട് കുറച്ച് ദൂരം കൂടി ബസ് കയറുന്നിടത്തേക്ക് നടക്കാനുണ്ട്. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ഒരു 6:50 ആയപ്പോൾ നമ്മളിവിടെ ബസ് കാത്ത് നിൽക്കുമായിരുന്നു. സോ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയാൻ കഴിഞ്ഞത് ഫസ്റ്റ് ബസ് 6:10 സെക്കൻഡ് ബസ് 6:45 പോയി എന്നുള്ളതും. സോ അങ്ങനെ അടുത്ത ബസ് 7:15 ഉണ്ടായിരുന്നു. സോ അങ്ങനെ 7:15 അടുത്ത ബസ്സിൽ കയറി. സോ ഞാൻ ഈ ബസ്സിൻ്റെ ടൈമിങ്ങൊക്കെ ചോദിച്ചത് ഈ റൂട്ടിൽ ഒരു 5 മാസമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരുത്തിനോടാണ് ചോദിച്ചത്. സോ അവനെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ അടുത്ത് അവനൊന്ന് കണ്ട കൊള്ളാമെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇവന് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ നിന്ന് ഇവൻ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൽ അടുത്ത കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പോണ വഴിക്ക് തന്നെ ഇവനൊരു മെസ്സേജ് വന്നു, ഇന്ന് ക്ലാസ് ഇല്ല എന്നുള്ളത്. സോ ഇവൻ്റെ കൂടെ ഒരുത്തനും ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങനെ പെട്ടു. സോ അങ്ങനെ ഞാൻ പട്ടാമ്പിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ കയറി. ഓക്കെ, സോ ഇതിന് മുമ്പ് കോളേജിലോട്ടുള്ള ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് മിസ്സായി. ചാടി കയറാൻ നോക്കിയതാണ്, കയറാഞ്ഞ് നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ TTR വന്ന് ടിക്കറ്റ് ചോദിച്ചു. അവിടെ ടിക്കറ്റ് എടുക്കാത്തതിന് ഫൈൻ അടച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട്ട് വെസ്റ്റ് ഹില്ലിലോട്ടുള്ള ബസ് കയറി. ഓക്കെ, സോ ഇത് കോളേജിൻ്റെ തൊട്ട് മുമ്പ് വന്ന് നിർത്തും. എന്നിട്ട് നമ്മൾ കോളേജ് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. സോ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് പീരീഡ് തന്നെ ലേറ്റാണ്. ഇവിടെ എത്തുമ്പോൾ അറൗണ്ട് 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പീരീഡ്. അതായത് ഒരു സെഷൻ്റെ ടൈം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അടിയിലാണ് ക്ലാസ് എന്നുള്ള അറിയായിരുന്നു. സോ അങ്ങനെ ലേറ്റായി വന്ന് ക്ലാസ്സിന് കയറി. ഇതൊരു ഇന്നത്തെ ഉച്ചവരെ ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇനി ഇടയിലൊക്കെ ക്ലിപ്സ് കിട്ടുകയാണെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ആ സാറാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള അഖിനേഷ്. ഓക്കെ, അവൻ സെഷൻ്റെ ഒരു റിവ്യൂ അറിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഐസ് ബ്രേക്കിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫുഡ് ചലഞ്ച് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു ചേച്ചീൻ്റെ പേര് എഴുതും ചെയ്തു. അതുപോലെ തന്നെ 2 സീനിയേഴ്സ്, നമ്മുടെ ഹോസ്റ്റലിൽ കാണിക്കാൻ വന്ന 2 സീനിയേഴ്സ് ഉണ്ടായിരുന്നു. സോ അവർ എന്ത് ചെയ്തു, നമ്മളെ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ 4 ബണ്ണ് കഴിക്കലായിരുന്നു ചലഞ്ച് ഉണ്ടായിരുന്നു. ഏറ്റവും ഫസ്റ്റ് കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല, ഒന്നുമില്ല വേറെ. സോ ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഈ നിൽക്കുന്ന വൈറ്റ് ഷർട്ട് ഇട്ടുള്ള മച്ചാനാണ് ഇതിൽ ജയിച്ചിട്ടുള്ളത്. ആളുടെ 4ാമത്തെ ബണ്ണാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത്. ഈ മച്ചാൻ ആണ് സെക്കൻഡ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ ഫുഡ് ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. സോ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്യാൻറ്റീൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി കോളേജ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. സോ അങ്ങനെ ഇനി സ്റ്റുഡൻറ്റ് ID ഒന്ന് ജസ്റ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബസ്സിലെ കൺസെഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനെ അത് നമ്മുടെ കോളേജിലുള്ള സ്റ്റോറിൽ നിന്ന് തന്നെ ഫോട്ടോ കോപ്പി എടുത്തു. ഓക്കെ, സോ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കോളേജിലെ സ്റ്റുഡൻറ്റ് കൗൺസിലറിൻ്റെ ഒരു സെഷനായിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു മെൻറ്ററാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് കൗൺസിലർ. സോ ആ സെഷനിൽ ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിപ്പോയി. സോ അത് കഴിഞ്ഞിട്ട് ഇനി സെമിനാർ ഹാളിൽ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെഷനുണ്ട്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇനി ഉള്ളത്. സോ അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ആൻറ്റി ഡ്രഗിൻ്റെ ക്ലാസ്സസ് അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മളും ജസ്റ്റ് കേട്ടതാണ് സെഷൻ, എങ്കിൽ കൂടി നമ്മളും ഒന്നും കൂടി അവിടെ പോയിരുന്നു. ഓക്കെ, സോ ഇത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിനാണുള്ളത്. എന്നാൽ നമ്മളൊന്നുകൂടി പുറത്ത് നിൽക്കേണ്ട കാരണം നമ്മളും അവിടെ ഒന്ന് കയറിയിരുന്നു. സോ കോഴിക്കോടുള്ള എക്സൈസ് ഇൻസ്പെക്ടറാണ് നമുക്ക് ഈ സെഷൻ എടുത്തു തരുന്നത്. ഓക്കെ, സോ ആൻറ്റി ഡ്രഗിൻ്റെ ശേഷം പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ കോളേജിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയും കുറച്ച് കാര്യങ്ങളും, അതുപോലെ ക്രെഡിറ്റ്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് അടുത്ത സെഷനായിട്ട് ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ആ സെഷനും കഴിഞ്ഞ് ഇനി നമ്മൾ സെമിനാർ ഹാൾ വിട്ട് പുറത്തോട്ട് പോവുകയാണ്. കാരണം ഇനി നമുക്ക് വീട്ടിലോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇനി PG നോക്കുന്നുള്ളൂ. സോ PG ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ താമസിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓറിയൻറ്റേഷൻ കഴിയുന്നവരെ പിന്നെ ഇനി ലീവും കാര്യങ്ങളൊക്കെ അല്ലേ. സോ അതുകൊണ്ട് ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ടാണ് PG നോക്കുന്നത്. സോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ 2 റോളും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് പാർസൽ ചെയ്തിട്ട് ഇനി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു
200 മീറ്റർ മാറി നമുക്കൊരു വെസ്റ്റിലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. സോ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് ട്രെയിൻ കയറുന്നത്. ഓക്കെ, നമ്മളെ ക്ലാസ്സിലെ പയ്യന്മാരാണ്. സോ അവൻ്റെ അടുത്ത് ആരോ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. സോ അവൻ എൻ്റെ ചാനൽ സെർച്ച് ചെയ്യാണ്. സോ അവന് ഞാൻ എൻ്റെ ചാനൽ കാണിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ അവനോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി വെസ്റ്റ് തൊട്ടിട്ട് കുറ്റിപ്പുറം വരെ ട്രെയിനിലാണ്. അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം തൊട്ടിട്ട് കുന്നംകുളം വരെ ബസ്സിലും പോകാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അറൗണ്ട് കുറ്റിപ്പുറം എത്തുമ്പോൾ ടൈം 7:45 കാരണം ട്രെയിനൊന്ന് കോഴിക്കോട് ജസ്റ്റ് 1 മണിക്കൂർ പിടിച്ചിട്ടു. ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ട്രെയിന് 1 മണിക്കൂർ പിടിച്ചിട്ടു. സോ അതുകൊണ്ട് 1 മണിക്കൂർ ലേറ്റാണെന്ന്. സോ ഇനി നമ്മൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടക്കുകയാണ് ഇനി. സോ അങ്ങനെ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലെമണിൻ്റെ സോഡ കുടിച്ചു. ഇതാണ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ്. ഇനി കുറ്റിപ്പുറത്ത് നിന്ന് കുന്നോളത്തേക്കുള്ള ബസ് കയറണം. ഓക്കെ, സോ അങ്ങനെ തിക്കി പിടിച്ച് കുന്നോളത്തോട്ടുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. കുന്നോളം ബസ് എപ്പോഴും തിരക്കാണ്. ഓക്കെ, സോ ഫൈനലി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8:45 കുന്നോളത്ത് നിന്ന് ഇനി എരുമപ്പെട്ടിയിലോട്ടുള്ള ബസ് കയറാണ്. സോ ഫൈനൽ ബസ് 9:10 സോ അതിൻ്റെ മുമ്പ് തന്നെ ഒരു ബസ് കിട്ടി. സോ ഇനി അങ്ങനെ ഒരു 9:20 നമ്മൾ എരുമപ്പെട്ടി വന്നിറങ്ങി. എരുമപ്പെട്ടിയിലാണ് നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വണ്ടി എടുത്തു. ഇനി വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, സോ അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ മെക്കാനിക്കൽ റിലേറ്റഡ് കണ്ടൻസ് ആണ് ഇപ്പോൾ യൂട്യൂബിൽ അധികം വരുന്നത്. സോ ഇതൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ ആണ്. പുള്ളിക്കാരൻ സോളിഡ് വർക്ക്സ് അതുപോലെ CAD പോലത്തെ സോഫ്റ്റ്വെയർസിനെ പറ്റി പറഞ്ഞു തരികയാണ് ഉള്ളത്. സോ ഇങ്ങനത്തെ വീഡിയോസ് കാണലാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഗൈസ്, ഇപ്പോൾ 3 ഓറിയൻറ്റേഷൻ ക്ലാസ് കോളേജിൽ നടന്നിട്ടുണ്ട്. 2 ആകെ പോയിട്ടുള്ളത്. സോ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് പോലത്തെ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വേറെ സെഷൻസ് ഉണ്ടായിരുന്നു. ആൻറ്റി ഡ്രഗ് അങ്ങനത്തെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്യുവർ മെക്കാനിക്കൽ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ പറ്റിയിട്ട് കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ പറ്റി ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ 3rd ഇയർ ഓൺവേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കറൻ്റ്ലി LNT കമ്പനിയായിട്ടൊരു കൊളാബറേറ്റ് ചെയ്തിട്ട് അവരൊരു 30ഓളം കുട്ടികൾ റെഡിയാണെങ്കിൽ അവർ വന്നിട്ട് കമ്പനി ഇങ്ങോട്ട് വന്നിട്ട് ആഡ് ഓൺ കോഴ്സസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അവർ നല്ലൊരു സ്റ്റുഡൻറ്റിനെ കാണുകയാണെങ്കിൽ അവർ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എളുപ്പമായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റൊക്കെ കിട്ടും. ഇനിയിപ്പോൾ കറൻ്റ്ലി ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ MRF അതുപോലെ MRF അല്ല, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര പോലത്തെ കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. സോ അങ്ങനെ നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് ഒന്നും കൂടി ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലിങ്ക്ഡിനിലെ അക്കൗണ്ട് ഉണ്ടാക്കി നല്ലപോലെ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് നല്ല രീതിയിൽ നമ്മൾ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, പിന്നെ അക്കാഡമിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇങ്ങനെയൊക്കെ പ്ലേസ്മെൻറ്റ്സ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സോ പ്ലേസ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊരു ഓവറോൾ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇന്നലെ ആയിരുന്നു, അതായത് വെള്ളിയാഴ്ച ആയിരുന്നു അതിൻ്റെ പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇന്ന് ക്രെഡിറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ കോളേജിൽ ഇതുപോലത്തെ ആഡ് ഓൺ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏതാണ് കോളേജ് എന്ന് കൂടി പറയാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.